എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർത്ഥം അധ്യായം 53 ശ്ലോകം 35, 36, 37, 38, 39, 40, 41, 42 8 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ശരിക്കും വരന് താമസിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരുക്കിയ ആ കൊട്ടാരത്തിൽ തന്നെയാണ് ശ്രീകൃഷ്ണ ഭഗവാന് താമസിപ്പിച്ചത് ഭീഷ്മക രാജാവ് എന്ന് പറയുന്നു. അതിന് വേണ്ട ഒരു വരന് എങ്ങനെയാ സ്വീകരിക്കുക, വരനെ അതുപോലെ തന്നെ സ്വീകരിച്ച് അവിടെ കൊണ്ട് ഇരുത്തി. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 35. ഏവം രാജ്ഞാം സമേതാനാം യഥാ വീര്യം യഥാ വയ യഥാ ബലം യഥാ വിത്തം സർവേ കാമേ സമർപ്പയത്. ഇങ്ങനെ അവിടെ വന്നു ചേർന്ന എല്ലാ രാജാക്കന്മാരെയും അവരുടെ പ്രഭാവത്തിനും പ്രായത്തിനും ധനസ്ഥിതിക്കും കൂടെ വന്നിരിക്കുന്ന സൈന്യങ്ങളുടെ സൗകര്യത്തിനും ഏതേതു വിധം ഭോഗസുഖങ്ങൾ ആവശ്യമുണ്ടോ ആ വക എല്ലാ സാധനങ്ങളും വേണ്ട വിധത്തില് കൊടുത്ത് പൂജിച്ചു ഭീഷ്മക രാജാവ്. കൃഷ്ണമാഗതമാകർണ്യ വിദർഭപുരവാസിന ആഗത്യ നേത്രാഞ്ജലിഭി പപുസ്തൻ മുഖപങ്കജം. വിദർഭ രാജാവിന്റെ രാജധാനി നിൽക്കുന്ന പട്ടണത്തില് താമസിക്കുന്ന ആളുകളെല്ലാവരും ശ്രീകൃഷ്ണ ഭഗവാൻ കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് അങ്ങോട്ട് കേട്ടപ്പോ എന്നാ നമുക്ക് കൃഷ്ണനെ കാണണം, അങ്ങനെ എല്ലാവരും മോഹിച്ചിരിക്കായിരുന്നു ഭഗവാനെ ഒരു നോക്ക് കാണാൻ. എല്ലാവരും കൂട്ടമായിട്ട് അങ്ങോട്ട് വന്ന് ഭഗവാന്റെ അടുത്ത് അങ്ങോട്ട് വന്നു. ഭഗവാനെ അങ്ങോട്ട് കണ്ടപ്പോ ഉണ്ടായ അവർക്കൊരു സന്തോഷം. ആ മുഖപങ്കജത്തിൽ നിന്ന് ഒഴുകുന്ന ലാവണ്യരൂപമായ മകരന്തം കണ്ണുകളാകുന്ന അഞ്ജലി കൊണ്ട് കോരി കുടിച്ചു എന്ന് വെച്ചാലോ, നേത്രാഞ്ജലിഭി പപുസ്തൻ മുഖപങ്കജം. പാനം ചെയ്തു എന്ന് വെച്ചാലോ അതിങ്ങനെ നോക്കി നിന്നിട്ട് അവർക്ക് കണ്ണടയ്ക്കാൻ തോന്നണില്ല. ഭഗവാന്റെ ആ രൂപലാവണ്യം കണ്ടിട്ട് ഇത്ര സൗന്ദര്യം. അതാണ് രുക്മിണി വിളിച്ചത്. എങ്ങനെയാ, രുക്മിണി കണ്ടിട്ടില്ല, കേട്ട് വർണ്ണന കേട്ടിട്ടാണല്ലേ. ഭുവനസുന്ദര, ഭുവനസുന്ദരനായിട്ടുള്ള ഇതുപോലൊരു ആള് ലോകത്തിലില്ല ഇത്രയും സൗന്ദര്യമുള്ളത്. ജനങ്ങള് മുഴുവൻ അതിങ്ങനെ അവര് കണ്ണടയ്ക്കാതെ ശ്രീകൃഷ്ണന്റെ മുഖകാന്തി നോക്കി ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് അവര് പറയണു, അസ്യൈവ ഭാര്യാ ഭവിതും രുക്മിണ്യർക്കതി നാപരാ അസാവപ്യനവദ്യാത്മാ ഭൈഷ്മ്യാ സമുചിതപതി. അവരെല്ലാവരും രുക്മിണിയെ കണ്ട് അറിഞ്ഞിട്ടുണ്ട് അല്ലെ. എല്ലാവർക്കും രുക്മിണിയെ കണ്ടിട്ട് രുക്മിണിയുടെ സൗന്ദര്യത്തിനെ പറ്റി അവര് വർണ്ണിക്കാറുണ്ട്. അപ്പൊ ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടപ്പോ അവര് പറഞ്ഞു, ഇത് തന്നെയാണ് രുക്മിണിക്ക് പറ്റിയ വരൻ. രുക്മിണി ദേവി ഒരു മനുഷ്യന്റെ ഭാര്യാസ്ഥാനം അംഗീകരിക്കുന്ന പക്ഷം ഈ മഹാപുരുഷന്റെ ഭാര്യയായിട്ട് തന്നെ ഇരിക്കണം. ഇദ്ദേഹത്തിന് ഒരാള് ഭാര്യയായിട്ട് ഇരിക്കാൻ യോഗം ഉണ്ടെങ്കിൽ അത് ഈ രുക്മിണി തന്നെ വേണം. രുക്മിണിയുടെ ഭർത്താവായിരിക്കാൻ യോഗ്യൻ ഇദ്ദേഹം തന്നെയാണ്. സർവാംഗ സുന്ദരനായിരിക്കുന്ന ഒരാള് ലോകത്തിൽ വേറെ ഇല്ല ഇതുപോലെ. അതുപോലെ തന്നെ സൗശീല്യാദി ഗുണങ്ങളും തികഞ്ഞ് സർവാവയവ സുന്ദരിയായി മറ്റൊരു സ്ത്രീ രുക്മിണി പോലെ വേറെ ഈ ലോകത്തിൽ വേറെ ആരുമില്ല. അപ്പൊ ഇവര് രണ്ടുപേരും തന്നെയാണ് അല്ലെ അന്യോന്യം ഭാര്യാഭർത്താക്കന്മാരായി തീരാൻ അർഹതയുള്ളവര്. ശ്രീകൃഷ്ണന് രുക്മിണിയും രുക്മിണിക്ക് ശ്രീകൃഷ്ണനും അല്ലാതെ ഇതര സ്ത്രീ പുരുഷന്മാര് ഇവരോട് ചേരുവാൻ ഇടവരാൻ പാടില്ല. അത് തീരെ ചേർച്ചയില്ലാത്തവരാവും. ഇവരാണ് ഏറ്റവും ചേർച്ച, അത് സംശയമില്ല. എല്ലാവരും ഒരുപോലെ പറയാ, എന്താ ഒരു ചേർച്ച. ഇവര് രണ്ടുപേരും കൂടി തന്നെ വിവാഹം ചെയ്യണം. രുക്മിണി ആ ശിശുപാലനൊന്നും അല്ല കല്യാണം കഴിക്കേണ്ടത്. രുക്മിണി ശ്രീകൃഷ്ണനിൽ നിന്നും കൃഷ്ണൻ രുക്മിണിയിൽ നിന്നും വേർപിരിഞ്ഞിരിക്കുന്നവരല്ല എന്ന് അവര് തന്നെ തീരുമാനിച്ച് എല്ലാവരും കൂടി ഒരേപോലെ അതന്നെ എന്ന് എല്ലാവരും പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവര് പ്രാർത്ഥിക്കണു ഭഗവാന് രുക്മിണി ശ്രീകൃഷ്ണനും കൂടി വിവാഹം അവര് രണ്ടുപേരും തന്നെ ചേരണേ എന്നുള്ളത് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയാണ്.
അനുഗ്രഹിക്കണവര്. കിഞ്ചിൽ സുചരിതം എന്ന തേന തുഷ്ട സ്ത്രീലോകൃത് അനുഗൃഹാതു ഗൃഹാതു വൈദർഭ്യാപാണി അച്യുത. അങ്ങനെ ശ്രീകൃഷ്ണന്റെ ദർശനം കിട്ടിയപ്പോ അവർക്ക് സന്തോഷ സമുദ്രത്തില് മുങ്ങിയ ആ പട്ടണവാസികളെല്ലാം ഭഗവാനോടുള്ള ചേർച്ച തങ്ങൾക്കും സർവദാ സിദ്ധിക്കണം. അപ്പൊ അവരെല്ലാരും കൂടി പ്രാർത്ഥിക്കാം. നമ്മൾ കുറച്ചെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പുണ്യകർമ്മം കൊണ്ട് ത്രിലോക കർത്താവായ ഭഗവാൻ സന്തോഷിച്ച് നമ്മളെ അനുഗ്രഹിക്കണം. എന്താ ഇപ്പൊ അനുഗ്രഹത്തിന്റെ ഫലമായിട്ട് സിദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പരിപൂർണ സ്വരൂപനായ ഈ ശ്രീകൃഷ്ണൻ ഈ ഭൈഷ്മിയുടെ പാണിഗ്രഹണം ചെയ്യണം. അതാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങളെ ഭഗവാൻ സന്തോഷിച്ച് അനുഗ്രഹിക്കണമെങ്കിൽ ആ അനുഗ്രഹത്തിന്റെ ഫലം കൊണ്ട് ഈ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രുക്മിണിയുടെ പാണിഗ്രഹണം ചെയ്യണം. എന്നാൽ ഈ പരമപുരുഷ ദർശനം നമ്മൾക്കും സുലഭമായിട്ട് ലഭിക്കൂലോ. ഭഗവാൻ ഇവിടുത്തെ വരനായിട്ട് വന്നാൽ എപ്പോഴും നമുക്ക് കാണാൻ പറ്റൂലോ. അപ്പൊ അതിനിട വരുന്നതായ നമ്മളുടെ പുണ്യകർമ്മ ഫലരൂപമായ ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാവും എന്ന് അവര് വിചാരിച്ചിട്ട് അവര് തന്നെ പറയാ, ഗൃഹാതു ഇതർഭ്യാപാണി അച്യുത. എല്ലാവരും ഒന്നിച്ചു നിന്നിങ്ങനെ പറയാണ്. ഏവം പ്രേമകലാബദ്ധ വദന്തി സ്മ പുരോഗസ കന്യാചാന്തപുരാൽ പ്രാഗാൽ ഭടേർ ഗുപ്താംബികാലയം. അങ്ങനെ പുരവാസികളുടെ ഹൃദയത്തിൽ നിറഞ്ഞ പുറത്തേക്ക് അല്പമാത്രം പ്രകാശിച്ച പ്രേമത്തിന്റെ ലക്ഷണമായിട്ട് അവരെ എങ്ങനെ ചെയ്യുന്ന ഈശ്വര പ്രാർത്ഥന കേട്ടുകൊണ്ട രുക്മിണിയുടെ വരവ് അന്തപുരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുന്നുണ്ട് രുക്മിണി. ഭടന്മാർ 4 ഭാഗത്തു നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കന്യകയായ രുക്മിണി രാജധാനിയുടെ സമീപത്തുള്ള ആ പരദേവതയായ ഭഗവതിയെ ദർശിക്കാനായിട്ട് കൊട്ടും വാദ്യം മേളങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പുറപ്പെട്ടു. പദ്ഭ്യാം വിനിർയയൗ ദ്രഷ്ടും ഭവാന്യാപാദപല്ലവം സാജാനുധ്യായതേ സമ്യക് ചരണാംബുജം. അങ്ങനെ രാജപുത്രിയാണല്ലോ രുക്മിണി. അതുകൊണ്ട് ഡോലി, മേനാവ് മുതലായിട്ടുള്ള വാഹനങ്ങള് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ. എന്നാ രുക്മിണി അതിലൊന്നും കയറിയില്ല. കാൽനടയായിട്ട് തന്നെ ഭഗവതിയുടെ പാദവല്ലഭം വന്ദിക്കാൻ ക്ഷേത്രത്തിലേക്ക് പോയി. ശ്രീകൃഷ്ണൻ തന്റെ ഭർത്താവായിട്ട് വരാൻ ഭഗവതിയുടെ കടാക്ഷം ഉണ്ടാവണം എന്നുള്ള ഒരൊറ്റ ചിന്ത, അങ്ങനെയുള്ള ഏക ചിന്തയല്ലാതെ മറ്റൊരു വിചാരവും രുക്മിണിക്ക് അപ്പൊ ഉണ്ടായിരുന്നില്ല. പ്രത്യേകം പറയുന്നു. ചാനുധ്യായതീ സമ്യക് മുകുന്ദ ചരണാംബുജം. ഭഗവാനെ തന്നെ മനസ്സിൽ വിചാരിച്ചു, വേറെ ഒന്നുമില്ല. അങ്ങനെ നടന്നു പോവുകയാണ് അമ്പലത്തിലേക്ക്, ക്ഷേത്രത്തിലേക്ക്. യഥവാങ് മാതൃഭിः സാർദ്ധം സഖീഭിः പരിവാരിത ഗുപ്താ രാജഭടൈः ശൂരൈ സന്നദ്ധൈ ഉദ്യതായുധൈ മൃദംഗ ശംഖപണവാ തൂര്യഭേര്യശ്ച ജഗ്നിരേ. അമ്മ, പിന്നെ അമ്മമാരെ പോലെയുള്ള മറ്റുള്ള സ്ത്രീകള്, സഖികള്, ഇവരൊക്കെ രുക്മിണിയുടെ 4 ഭാഗത്തും ഇങ്ങനെ ചുറ്റി നിൽക്കുന്നുണ്ട്. അവരുടെ മുന്നിലും പിന്നിലും ആയുധങ്ങൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചും ഉടുപ്പുകൾ ധരിച്ചും ഇരിക്കുന്ന ആ ശൂരന്മാരായ രാജഭടന്മാര് ഇവരെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. കന്യകയ്ക്ക് ഉചിതമായ ലജ്ജ, മൗനം ഇതൊക്കെ സമയോചിതമായ വിധത്തിൽ ദീക്ഷിച്ചും കൊണ്ട് അംബികാലയത്തിലേക്ക് രുക്മിണി പോകുമ്പോൾ മൃദംഗം, ശംഖം, പണവം, തൂര്യം, ഭേരി എന്നീ വാദ്യങ്ങളൊക്കെ അങ്ങനെ അത്യുച്ചത്തില് മുഴങ്ങിക്കൊണ്ടിരുന്നു. നാനോപഹാരബലിഭി വാരമുഖ്യാ സഹസ്രശ സ്രഗ്ഗന്ധവസ്ത്രാഭരണേ ദ്വിജപത്ന്യ സ്വലംകൃതാഃ. ദേവദാസികള് കൂട്ടമായിട്ട് ബഹുവിധ കാഴ്ചദ്രവ്യങ്ങളും പൂജാസാധനങ്ങളും അംബികാ സന്നിധിയിൽ സമർപ്പിക്കാനായി താലങ്ങളിൽ വെച്ച് പിടിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ ദേവദാസികള്. പിന്നെ അവരെല്ലാവരും വിശേഷ വസ്ത്രാഭരണങ്ങള് ധരിച്ച് അലങ്കരിച്ച്, ബ്രാഹ്മണ പത്നികള് അംബികയ്ക്ക് ചാർത്താൻ പൂമാല, ചന്ദനം, വസ്ത്രം, ആഭരണം ഇതൊക്കെ എടുത്തുകൊണ്ട് രുക്മിണിയുടെ മുമ്പില് നടന്നിരുന്നു ബ്രാഹ്മണ സ്ത്രീകള്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.